ഗ്ലാസ് ഓർഗൻസയിൽ വരുന്ന ഒരു സാരി ആട്ടോ ഇന്ന് പ്രസൻറ്റ് ചെയ്യുന്നത്. കട്ട് വർക്ക് ക്രേസ് ഇല്ലാത്തവരാരും കാണില്ല. അപ്പോൾ ഇതൊരു കട്ട് വർക്ക് ടൈപ്പ് സാരിയാണ്. കാര്യം ഇത് ഞാൻ ഇവിടെ കട്ട് വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ നമ്മൾ ശരിക്കും ഇതിൻ്റെ അകത്ത് ത്രെഡ്സ് കൊണ്ട് തന്നെയാണ് ചെയ്തു പോകുന്നത്. നമ്മൾ പുറത്തുനിന്ന് അതായത് സോസ് ചെയ്യുമ്പം കൽക്കട്ട അങ്ങനെയുള്ള ഏരിയാസിൽ നിന്ന് നമ്മൾ സാരി സോസ് ചെയ്യുമ്പോൾ നോർമലി ഇവർ ആ വെയിൽ ത്രെഡ്സ് ഇട്ടടിച്ചിട്ട് അത് കരിക്കുകയാണ് ചെയ്യുന്നത്. അതിനകത്തത്തെ മെറ്റീരിയൽ കരിച്ച് കളയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിന് അതിൽ കൂടുതൽ, കാരണം ചിലപ്പോൾ നമുക്ക് അങ്ങനത്തെ സാരീസ് എടുക്കുമ്പോൾ നമുക്ക് അറിയാം ചെറിയൊരു ബേൺഡ് ലുക്ക് ഉണ്ടാവും അതിൻ്റെ ത്രെഡ്സിൻ്റെ സൈഡിൽ കൂടെ. നമ്മൾ ഇവിടെ കസ്റ്റമൈസ് ചെയ്യുന്ന സാരീസ് അങ്ങനെയല്ല. നമ്മളിവിടെ വർക്ക് ചെയ്തെടുക്കുന്ന കറക്റ്റായിട്ട് നമ്മൾ ആ മെറ്റീരിയൽ കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് ത്രെഡ്സിൻ്റെ വീവ്സ് അതിനകത്ത് വരുന്നത്. പക്ഷേ ഈ ചെയ്തിരിക്കുന്ന സാരിയിൽ അതിലും ഒരു പെർഫെക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ. ടിഷ്യൂ ഓർഗൻസ പോലത്തെ സാരിയാണ്, ഗ്ലാസ് ഓർഗൻസയാണ്. അതിനകത്തോട്ട് ഓർഗൻസയുടെ പ്ലെയിൻ കൊടുത്തിട്ടാണ് ഇവർ കട്ട് വർക്ക് ചെയ്തിരിക്കുന്നത്. പല്ലുവിൻ്റെ ഒരു കോർണറും ചെസ്റ്റിലും ഫസ്റ്റ് പ്ലീറ്റിലും സാരിയുടെ മറ്റ് ഭാഗങ്ങളിലായിട്ട് ചെറിയ ട്രയാങ്കുലർ ഫോമിലാണ് ഈ കട്ട് വർക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു പ്രൊഫഷണലിസം വന്നിട്ടുണ്ട്. കാര്യം പറഞ്ഞാൽ ഇത് ഇതുപോലെ തന്നെ മാറ്റിയിരിക്കുന്നതാണെങ്കിലും ഒരു ബേൺഡ് ലുക്കോ അങ്ങനെയൊന്നും ഈ സംഭവത്തിന് ഇല്ല കേട്ടോ. അടിപൊളി ബ്യൂട്ടിഫുൾ 3 കളേഴ്സാണ്. ഒന്ന് സീ ഗ്രീൻ ടൈപ്പ് ഇപ്പം ഞാൻ കയ്യിൽ പിടിച്ചിരിക്കുന്നത്. പിന്നത്തത് വരുന്നത് നമ്മുടെ പുള്ളിക്കാരത്തിന് ഉടുപ്പിച്ചിട്ടുണ്ട് പൗഡർ ബ്ലൂ ഷെയ്ഡിലാണ്. അടിപൊളിയാണ്. പൗഡർ ബ്ലൂ എന്ന് പറയുന്നത് എപ്പോഴും ഡിമാൻഡ് ഉള്ളതാണ്. ഇത് വരുന്നത് പിസ്ത ഗ്രീൻ. 3 നല്ല സൂപ്പർ കളേഴ്സ്. വർക്ക് കാണാൻ കണ്ടോ, നല്ലൊരു പെർഫെക്ഷൻ ഉണ്ട് ആ വർക്ക് ചെയ്തിരിക്കുന്നതാണെങ്കിലും ആ ഫ്ലോറൽ ഡിസൈനിലാണെങ്കിലും. അതാണ് എനിക്ക് ഈ സാരിയിൽ കണ്ട പ്രത്യേകത. പിന്നെ ബഡ്ജറ്റ് വൈസ് ആണ് സാരി, നമുക്ക് ബഡ്ജറ്റായിട്ട് ഉടുക്കാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ. റേഞ്ച് വരുന്നത് 3395 ആണ്. നല്ല സാരിയാണ്, മിസ് ചെയ്യേണ്ട.